ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ ഇന്നിങ്ങനെ പണിയൊക്കെ എടുത്തോണ്ടിരുന്നു. പെട്ടെന്ന് ആ സിസ്റ്റം നോക്കി, ഇപ്പോൾ 12 ഡിഗ്രി സെൽഷ്യസ്. എൻ്റെ അമ്മോ, എങ്ങനെയാന്ന് അകത്തിരിക്കുക, കുറേ നാളുകൂടി കാണുന്നതാണ്. സത്യം പറഞ്ഞാൽ കാനഡയിലെ ക്ലൈമറ്റിൻ്റെ മുമ്പിൽ ഓന്തുപോലെ വഴിമാറി നിൽക്കും. ഒരു ദിവസം കാറ്റിനെ പറത്തിക്കൊണ്ട് പോകണ്ടായിരുന്നു, പേടിച്ചിട്ട് സിഗ്നലിൻ്റെ പോസ്റ്റിൻ്റെ കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ടി വന്നു ഞാൻ. പിന്നെ ഞാനാണെങ്കിലും ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക്. അതായത് ഐസ് ഇങ്ങനെ വൈറ്റ് ഐസ് ആയിട്ട് നമ്മൾ തെന്നി വീഴും അതിനകത്ത്. ഒരു വയസ്സായി കുട്ടി ഇങ്ങനെ സ്റ്റെപ്സ് പിച്ച വെച്ച് നടക്കുന്ന പോലെ കഷ്ടമായിട്ട് അന്ന് നടന്നു തന്നെ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ, കാരണം ആ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ദൈവം ഞാൻ പറന്നു പോകല്ലേ അല്ലെങ്കിൽ തെന്നി വീഴലെന്ന് ഒറ്റ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ. പേടിച്ചിട്ടാണെങ്കിൽ ഇന്നലെ വർക്ക് ഫ്രം ഹോം വരെ എടുത്ത്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ 12 ഡിഗ്രി സെൽഷ്യസ്. ഈ കാനഡ എന്തായാലും ഇങ്ങനെ. ഇനി ഇതൊക്കെ നാട്ടിലുള്ളവരോട് പറഞ്ഞാലോ, നാട്ടിലുള്ളവർ വയ്ക്കും അറിഞ്ഞിട്ടല്ലേ പോയേ, അനുഭവിച്ചാ. പക്ഷെ ഉണ്ടല്ലോ, കാണാൻ രസമാണ് വിൻ്ററിൽ ഇങ്ങനെ ഫുൾ വൈറ്റായിട്ട് കിടക്കണ കാണാനുണ്ടല്ലോ, നല്ല രസമാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മളതെല്ലാം കോരി കളയണം. പിന്നെ അതിൽ കൂടെയുള്ള നടപ്പ്, ഡ്രൈവിങ്, അതൊക്കെ ഇത്തിരി കഷ്ടപ്പാടാണ്. ബാക്കിയൊക്കെ വിൻ്റർ രസമാണ്. തണുപ്പുണ്ട് എന്നാലും രസം, കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഇത്രയും മാസമൊന്നും വിൻ്റർ വേണ്ടായിരുന്നു, ഒരു മാസമൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും വന്ന് പെട്ട് അനുഭവിക്കുക. അപ്പം അത്രയുള്ള ഗൈസ്, എല്ലാവർക്കും നല്ല ദിവസമാട്ടെ. ഞാൻ പോയി പണിയെടുക്കട്ടെ, അല്ല എൻ്റെ ജോലി പോവും. അപ്പോൾ ശരി, ബൈ ബൈ.